Next important question, let A1 be the area of the parabola y square is equal to 4x lying between the vertex and the lattice rectum, and A2 be the area between the lattice rectum and the double ordinate x is equal to 2a. Then A1 by A2 is, which means A1 is the area of this parabola and A2 is the area of this given condition. രണ്ടുപേരുടെ ഏരിയ കണ്ടുപിടിക്കുക, റേഷ്യോ എടുക്കുക, that's it. Okay. Now A1 be the area of the parabola y square is equal to 4x lying between vertex and lattice rectum. Y square is equal to 4x. എങ്ങനെയാണ് മക്കളെ? This is your parabola, right? അപ്പോൾ vertex ഇതാണ്. എപ്പോഴും അറ്റമാണല്ലോ vertex. So this is the vertex and lattice rectum എവിടെ വരും? Whatever the lattice rectum is. lattice rectumത്തിന്റെ ഇടയ്ക്കുള്ള ഈ ഒരു ഏരിയയിലുള്ള y square is equal to 4x എന്ന് പറയുന്ന ഏരിയ. ഈ ഒരു ഏരിയ അല്ല. This is your area, right? ഇതാണ് ഏരിയ. ലാറ്റിസ് റെക്ടം, ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്ടം 4a ആണ്. അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്ടം 4a ആണെങ്കിൽ ഈ പോയിന്റ് എന്തായിരിക്കും? a, 0 ആയിരിക്കും, റൈറ്റ്? എക്സ് ആക്സിസിലാണെങ്കിൽ 4a ആണ് ലാറ്റിസ് റെക്ടത്തിന്റെ ലെങ്ത് എങ്കിൽ ദിസ് വിൽ ബി ദി പോയിന്റ് a, 0, റൈറ്റ്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ എവിടെ തൊട്ടാ? ഒറിജിൻ തൊട്ടായിരിക്കും. സോ your a1 is equal to integral 0 to x coordinate എത്രയാ? a അല്ലേ? a y dx. What is y? y square is equal to 4x ആണെങ്കിൽ y എന്തായിരിക്കും? 2 root a root x. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മക്കളെ, ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ integral 0 to a f of x y square is equal to 4x ആണ് ഇതിന്റെ ഇക്വേഷൻ, റൈറ്റ്? അപ്പം y dx ആണ്. അപ്പോൾ y നെ എന്ത് ചെയ്യണം? x ടേംസിലാക്കണം. y is equal to root of 4ax ആണ്. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏരിയ എന്താ? നമുക്ക് കിട്ടുന്ന ഏരിയ എന്തായിരിക്കും മക്കളെ? ദിസ് ഇസ് വാട്ട് വി ആർ ഗെറ്റിംഗ്, റൈറ്റ്? അല്ലേ? ഏരിയ അണ്ടർ ദി കർവ് എന്ന് പറഞ്ഞാൽ എന്താ? കർവ് തൊട്ട് എക്സ് ആക്സിസ്, ഇപ്പം എക്സ് കോർഡിനേറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഈ കർവ് തൊട്ട് എക്സ് ആക്സിസ് വരെയുള്ള ആ ഒരു ഏരിയ ആയിരിക്കും കിട്ടുന്നത്. താഴേക്കുള്ള ഏരിയയും കൂടെ ചേർത്താലല്ലേ ഏരിയ ഓഫ് ദി പരാബോള ആവുള്ളൂ. അപ്പോൾ താഴേക്കുള്ള ഏരിയ എന്തായിരിക്കും? സിമെട്രിക് ആയിരിക്കും. y square is equal to 4x എന്ന് പറയുന്ന പരാബോളയൊക്കെ എന്തായിരിക്കും? സിമെട്രിക് അബൌട്ട് എക്സ് ആക്സിസ് ആയിരിക്കും, റൈറ്റ്? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ സെയിം ഏരിയ ഒന്നുകൂടെ ആഡ് ചെയ്താൽ പോരെ, which means it is 2 times. Okay, 2 times root of y dx. Now what is y? a1 is equal to integral 0 to a y എന്ത് വരും? 2 root a root x dx into 2. Okay അല്ലേ? ഇനി 4 root a is a constant taken outside. root x in integral, root x എന്ന് പറഞ്ഞാൽ എന്താ? x raised to half ആണ്. ഡെറിവേറ്റീവ് എടുക്കരുത് കേട്ടോ. yes, x raised to 3/2 by 3/2 by 3/2 എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഏറ്റവും താഴെ 2 വരും, അതിവിടെ 4ന്റെ കൂടെ മൾട്ടിപ്ലൈഡ് ആവും ആൻഡ് വി വിൽ ബി ഗെറ്റിംഗ് 8 within the limits 0 to 8. ഓക്കെ അല്ലേ? യെസ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. 8 root a into a raised to 3/2 by 3 minus x raised to 0, sorry 0 raised to anything is 0 which is equal to 8/3 root a എന്ന് പറഞ്ഞാൽ മക്കളെ a raised to half into a raised to 3/2, a raised to m into a raised to n is equal to a raised to m plus n. 1/2 plus 3/2, 1 plus 3 is 4, 4/2 is 2a square. a1 is equal to 8/3 a square എന്ന് കിട്ടി. ഇനി a2 എന്താണ് മക്കളെ? a2 എന്ത് പരാബോളയാ? a2 be the area between the lattice rectum and double ordinate x is equal to 2a. അപ്പം a2 എന്ന് പറയുമ്പോൾ എന്താ മക്കളെ? ലാറ്റിസ് റെക്ടം എവിടെ ഇരിക്കുന്നത്? ഡബിൾ ദി ഓർഡിനേറ്റ്. അതായത് a0യിലാണ് നേരത്തെ ലാറ്റിസ് റെക്ടം ഇരുന്നിരുന്നതെങ്കിൽ ഇപ്പൊ എവിടെ ഇരിക്കുന്നത്? the same parabola having the point at 2a. ഇപ്പൊ എവിടെ ലാറ്റിസ് റെക്ടം ഇരിക്കുന്നത്? 2a, റൈറ്റ്? ഇവിടെ എയിലായിരുന്നു നേരത്തെ ഇരുന്നതെങ്കിൽ a2 എന്ന് പറഞ്ഞാൽ ഡബിൾ ദി ഏരിയ. അപ്പൊ ഡബിൾ ദി ഏരിയ എന്നല്ല, എന്താണ്? ഏരിയ ബിറ്റ്വീൻ ദി ലാറ്റിസ് റെക്ടം ആൻഡ് ദി ഡബിൾ ഓർഡിനേറ്റ്. എവിടം തൊട്ട് എവിടം വരെയാ? ഈ ലാറ്റിസ് റെക്ടം തൊട്ട് ഈ ഡബിൾ ഓർഡിനേറ്റ് വരെ. ലാറ്റിസ് റെക്ടം എന്തായിരുന്നു? a0 ആയിരുന്നു അല്ലേ? ഇനി ഡബിൾ ഓർഡിനേറ്റ് വന്നപ്പോൾ എന്തായി? 2a, 0 ആയി അല്ലേ? 2a, 0. അപ്പൊ സെയിം പരാബോള ഇനിയുള്ള ഏരിയ a2 എന്ന് പറഞ്ഞ ഏരിയ ഏതാ? ദിസ് ഇസ് യുവർ a2. അപ്പൊ 8 തൊട്ട് 2a വരെയുള്ള അല്ലേ? a2 be the area between ഈ പരാബോളയുടെ ലാറ്റിസ് റെക്ടം, ആദ്യം ഇരുന്ന ലാറ്റിസ് റെക്ടം ആൻഡ് ദി ഡബിൾ ഓർഡിനേറ്റ്. ഡബിൾ ഓർഡിനേറ്റ് വന്നത് എവിടെയാണ്? ഇവിടെയാണ്. a0യിൽ നിന്നും
2a 0ലേക്ക് ആയി അല്ലേ. അപ്പൊ a തൊട്ട് 2a വരെയുള്ള എക്സ് ആക്സിസിലുള്ള പരാബോള. അപ്പോഴും എന്ത് കിട്ടും? ഈ ഒരു കർവിന്റെ താഴെയുള്ളത് കിട്ടുള്ളൂ. ഇവിടുന്ന് താഴേക്കുള്ളത് കിട്ടാൻ എന്ത് ചെയ്യണം? 2 ടൈംസ് ചെയ്യണം. സോ 2 into integral a to 2a this function. Okay അല്ലേ? a2 is equal to integral a to 2a into 2 into same function 2 root a into root x dx, which is equal to again 2 into 2 4 root a, same function varum alle, same function varum, but the only thing is that your limit changes. Limit endavum makkale 8 root a into x raised to 3 by 2 by 3 within the limits a to 2a. 2a varum alle, 2a varum endu varum makkale? Which is equal to 8 root a by 3 into x raised to 3 by 2. 2a raised to 3 by 2. X enda upper limit 2a, right? Into 2a raised to 3 by 2. മക്കളെ മോളിലുള്ള 3 എന്ന് പറഞ്ഞാൽ ക്യൂബ്, താഴെ ഫ്രാക്ഷന് താഴെ വന്നാൽ റൂട്ട് ആയിരിക്കും അല്ലേ. 2 ആണ് വന്നതുകൊണ്ട് സ്ക്വയർ റൂട്ട് ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്ത് വന്നു? 2 ക്യൂബിന്റെ സ്ക്വയർ റൂട്ട് ഇൻറ്റു എ ക്യൂബിന്റെ സ്ക്വയർ റൂട്ട്. ഒന്നും ചെയ്യാനില്ല, നമ്പർ അല്ല, ഒരു കോൺസ്റ്റന്റ് ആണ്. സോ എ ക്യൂബിന്റെ സ്ക്വയർ റൂട്ട് റൈസ് ടു 3 by 2. വാട്ട് ഈസ് 2 ക്യൂബ്? 8. അല്ലെങ്കിൽ തിരിച്ചും ചെയ്യാം കേട്ടോ. 2ന്റെ റൂട്ട് എടുക്കുക എന്നിട്ട് ക്യൂബ് എടുക്കുക, സെയിം ആൻസർ തന്നെ കിട്ടും. ആദ്യമേ റൂട്ട് എടുത്താലും ആദ്യമേ ക്യൂബ് എടുത്താലും നോ പ്രോബ്ലം. ബിക്കോസ് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ അല്ലെങ്കിൽ സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് അല്ലെങ്കിൽ ക്യൂബ് ആൻഡ് ക്യൂബ് റൂട്ട് ആൻഡ് ഓപ്പോസിറ്റ്. എന്താണ് ഓപ്പോസിറ്റ്? അല്ല, കമ്മ്യൂട്ടേറ്റീവ്, റൈറ്റ്? അപ്പം 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 ആണ്. 8ന്റെ റൂട്ട് എടുക്കുക. 8ന്റെ റൂട്ട് എന്താണ്? 2 root 2 into a raised to 3 by 2. Substitute ചെയ്തോ. Into 2 root 2 into a raised to 3 by 2 minus 8 root a by 3 into a raised to 3 by 2. a raised to 3 by 2. കോമൺ ഫാക്ടർ വെളിയിൽ എടുക്കുക. എന്നിട്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും മക്കളെ? 8 root a into a raised to 3 by 2. 8 root a into a raised to 3 by 2 എന്താണ്? 8 by 3 a square അല്ലേ. 8 by 3 a square into ഫസ്റ്റ് ടേമിൽ എന്തൊക്കെയുണ്ട്? 8 root a by 3 into a raised to 3 by 2 വെളിയിൽ എടുത്തു കഴിഞ്ഞാൽ മിച്ചം എന്തൊക്കെയുണ്ട്? 2 root 2 minus 1 അല്ലേ. 2 root 2 minus 1 ഉണ്ട്. സോ 2 root 2 minus 1. നമ്മളോട് എന്താ ചോദിച്ചേ? a1 by a2 റേഷ്യോ ആണ് ചോദിച്ചത്. വാട്ട് ഈസ് a1 by a2? a1 is 8 by 3 a square. മക്കളെ റൂട്ട് എ ഇൻറ്റു എ റേസ് ടു 3 by 2 എത്രയായിരുന്നു? എ സ്ക്വയർ ആയിരുന്നു അല്ലേ. റൂട്ട് എ ഇൻറ്റു എ റേസ് ടു 3 by 2 is എ സ്ക്വയർ. യെസ്, നമ്മൾ ഓൾറെഡി അങ്ങനെയാണ് എഴുതിയത്. ഇനി 8 എ സ്ക്വയർ ബൈ 3 ഡിവൈഡഡ് ബൈ 8 എ സ്ക്വയർ ബൈ 3 ഇൻറ്റു 2 root 2 minus 1. വെട്ടിപ്പോയി. യു ഗോട്ട് 1 by 2 root 2 minus 1. ചുമ്മാ ഒന്ന് ഓപ്ഷനിലേക്ക് നോക്കുക, ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടോ എന്ന്. ഇല്ല, എല്ലാം 1 by ഇല്ല, നേരെ ഡയറക്ട്ലി പ്ലസ് ഓ മൈനസ് ആണ്. അപ്പം എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിൽ റൂട്ട് ഉണ്ട്. ആൻഡ് യു നോ ദാറ്റ് ഡിനോമിനേറ്ററിൽ റൂട്ട് വന്നാൽ യു ഹാവ് ടു മൾട്ടിപ്ലൈ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ വിത്ത് ദി കോൺജുഗേറ്റ് ഓഫ് യുവർ ഡിനോമിനേറ്റർ, വിച്ച് ഈസ് 2 plus root 2 into 1 by 2 root 2, sorry 2 plus root 2 അല്ല, 2 root 2 plus 1 by 2 root 2 minus 1 into 2 root 2 plus 1. a plus b into a minus b is equal to a square minus b square. 2 root 2 whole square minus 1 square. 2 root 2 the square and that 2 square is 4. 4 into root 2 the square is 2. 4 into 2 is 8. 2 root 2 plus 1 by 8 minus 1. What is 8 minus 1? 7. And your final answer is 2 root 2 plus 1 by 7, which is your option B.